ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ അതിസുന്ദരമായിരിക്കുന്നതും അതേപോലെ തന്നെ വേദാന്തത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളെയൊക്കെ തന്നെ സുന്ദരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് വത്സസ്തേയം. അതാണ് എളിയ സത്സംഗത്തിന് നമ്മുടെ പ്രതിപാദ്യ വിഷയം. വത്സസ്തേയം ഈ കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ആള് ബ്രഹ്മാവാണ്, ഇല്ലേ? ബ്രഹ്മാവ് സാക്ഷാൽ ഭഗവാനെ പരീക്ഷിക്കാനായി ചെല്ലുന്നതായ ഒരു കഥാഭാഗം. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ ഓരോ കളികളെയും നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് ലീല എന്ന, അല്ലേ? ലീല. നമ്മൾ കുസൃതി കാട്ടിയാൽ ഒരിക്കലും അത് ലീല എന്നാരും പറയാറില്ല. നമ്മൾ കുസൃതി കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തല്ലുകൊള്ളുണ്ടാവും. എന്നാൽ ഭഗവാൻ ആടുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ലീല എന്ന് പറയും. എന്തിനാ ലീല എന്ന് പറയുക? കാരണം അതിൽ ഒരു കളങ്കവുമില്ല, അതിൽ ഒരു സ്വാർത്ഥതയുമില്ല. അത് പൂർണ്ണമായും ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ചെയ്തിരിക്കുന്നത്, സമസ്ത ജീവന്റെയും ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നത്. നമ്മളെല്ലാം തന്നെ ഇവിടെ വന്ന് ഒത്തുകൂടി ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, വർഷാവർഷങ്ങളിൽ നമ്മുടെ ഈ പരശുരാമ ക്ഷേത്രത്തിലെ പരശുരാമ ഭൂമിയിൽ അനവധി യജ്ഞങ്ങളും യാഗങ്ങളും സത്രങ്ങളും ഒക്കെ തന്നെ നടന്നു പോകുന്നുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ഓരോ സത്രം കൊണ്ടും ഓരോ യജ്ഞം കൊണ്ടും എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് സ്വയമേ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ ദിവസം പ്രതി ഓരോ വാർത്തകൾ നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഏകദേശം 85 ലക്ഷത്തിലധികം ജീവവർഗങ്ങളുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ. 85 ലക്ഷത്തിലധികം ജീവവർഗങ്ങളുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ. അതിൽ ഈശ്വരന്റെ ഇച്ഛ അനുസരിച്ചാണ് ബാക്കി, ഇതിൽ ഓരോ വർഗം ഒഴികെ ബാക്കി എല്ലാം ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ജീവിക്കുക. എത്ര വിശന്നിരിക്കുന്നതായിരിക്കുന്ന പശുവിന്റെ അടുത്തായാലും ശരി, അതിന്റെ ഭക്ഷണമല്ലാതെ മറ്റെന്തുകൊണ്ട് വെച്ചാലും അത് ഭുജിക്കില്ല, അത് എടുക്കില്ല, അത് സ്വീകരിക്കില്ല. വേണ്ട എന്ന് പറയാനുള്ളൊരു കരുത്തും തൻ്റെ ഇടവും ആർക്കുണ്ട്? പശുവിന് തന്നെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഈ ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കാണ് ലീല, ഇല്ലേ? എന്ത്? അതിൽ നിന്ന് നിസ്വാർത്ഥമായി നിഷ്കാമമായി മാനവ സമൂഹത്തിന് ലോക നന്മയ്ക്ക് ധർമ്മരക്ഷാർത്ഥം ഭഗവാൻ ആടുന്നതായിരിക്കുന്ന ലീലകളെ അല്ലെങ്കിൽ ഭഗവാൻ ആടുന്നതായിരിക്കുന്ന കളികളെ നമ്മൾ വിളിച്ച പേരാണ് ലീല എന്നുള്ളത്. നമ്മൾ ഈ വത്സസ്തേയം ഭാഗത്തോടൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളിത് ഭാഗവതത്തിലൂടെ നമ്മൾ ഒത്തിരി കണ്ട് പരിചയിച്ച് ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാഭാഗം കൂടെ ചെറുതായി ഒന്ന് പരാമർശിച്ചിട്ട് വത്സസ്തേയത്തിലേക്ക് പോവാം. കാളിയമർദ്ദനം എന്ന കഥാഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കാളിയമർദ്ദനം എന്നതായ കഥാഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സാക്ഷാൽ വാസുദേവൻ ഉണ്ണിക്കണ്ണൻ കാളിയൻ എന്നതായിരിക്കുന്ന വിഷസർപ്പത്തിന്റെ മുകളില് കയറി തന്റെ പാദമുദ്രകൾ കൊണ്ട് അവന്റെ അഹന്തയെ ഭഗവാൻ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അപ്പൊ അഹന്ത ഉള്ളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കാളിയൻ എന്തെന്നില്ലാത്ത രീതിയിൽ കടന്ന് പ്രാണഭയം കാട്ടുന്നു. പല രീതിയിൽ ഭഗവാനെ വലിച്ചു താഴെ ഇടാൻ നോക്കുന്നുണ്ട്, അല്ലേ? പല രീതിയിൽ ഭഗവാനെ ഉപദ്രവിക്കുന്നുണ്ട്. ഭഗവാന്റെ ശരീരം വലിഞ്ഞു കെട്ടുന്നുണ്ട്, വാലുകൊണ്ട് അടിക്കുന്നുണ്ട്. തന്റെ തലയിൽ കയറി നിൽക്കുന്ന വാസുദേവനെ തെള്ളി താഴെയിടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആര്? കാളിയൻ. പക്ഷെ പാവം കാളിയൻ അറിയുന്നുണ്ടോ കണ്ണൻ തലയിൽ കയറി ഇറങ്ങിപ്പോവില്ല എന്ന്? പാവം കാളിയൻ അറിഞ്ഞില്ല. അവനൊന്ന് തലയിൽ കയറണേ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ചിലരുടെ തലയിൽ ഭഗവാൻ ഇങ്ങനെ വന്ന് കയറി ഭഗവാൻ ഇരിക്കുന്നതിന്റെ മഹത്വം ചില ജീവവർഗങ്ങൾക്ക് അറിയാണ്ട് പോകുന്നു. അതേപോലെയാണ് ഈ ഒരു കഥാഭാഗത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആദ്യമേ വരുന്ന മുഖം എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മദേവൻ അഥവാ ബ്രഹ്മ ഭഗവാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ അഹന്തയെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ബ്രഹ്മാവിന്റെ അഹന്ത. ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാഗവതത്തിലൂടെ നോക്കുമ്പോൾ, അത് രുദ്രാണി അമ്മയുടെ ഒക്കെ ഭാഷ്യത്തിലൂടെ നോക്കിയാലും ശരി, നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് വന്നതിന് ശേഷം ഭഗവാനെ കാണുവാൻ ഒരു ആഗ്രഹം ബ്രഹ്മാവിന്. ഈ ആഗ്രഹം ഇരിക്കുന്നത് പോട്ടെ, ഈ ആഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്തു? ഭഗവാനെ പരീക്ഷിക്കാൻ ചെന്നു. ഭഗവാനെ എങ്ങനെ പരീക്ഷിക്കാൻ ചെന്നു? ഒരു മധ്യാഹ്ന സന്ധ്യാസമയത്ത് ഭഗവാനും തൻ്റെ കൂട്ടുകാരും പൈക്കളെയൊക്കെ ഇങ്ങനെ മേയിച്ചു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു? ഭഗവാൻ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈക്കുട്ടികള് മേഞ്ഞു കാടിന്റെ ഉള്ളിലേക്ക് പോയി. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ പോയി പിടിച്ചോണ്ട് വരാൻ കണ്ണാ. അപ്പൊ കണ്ണൻ എന്ത് പറഞ്ഞു? നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്ക്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. അപ്പൊ കണ്ണനല്ലേ പറഞ്ഞു, കൂട്ടുകാരൊന്നും എതിര് പറയില്ല. ശരി, ഭഗവാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഭഗവാൻ അങ്ങോട്ട് പോയി.
ഈ സമയം എന്ത് ചെയ്തു എന്നറിയാം? ഇത് കണ്ടുകൊണ്ട് ആരിരിപ്പുണ്ട്? ബ്രഹ്മഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പൊ ബ്രഹ്മഭഗവാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഭാഗവതത്തില് നല്ല സുന്ദരമായിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഏവം സമ്മോഹയൻ വിഷ്ണു. ആ പദം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാ, ആ ശ്ലോകം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാ. 10ാമത്തെ സ്കന്ധത്തില് 13ാമത്തെ അധ്യായത്തില് 44ാമത്തെ ശ്ലോകത്തില് അത് തുടങ്ങുന്നത് ഏവം സമ്മോഹയൻ വിഷ്ണു. എന്നാ പാവം ബ്രഹ്മാവ് അറിഞ്ഞില്ല ഇവൻ ആരുടെ അടുത്തേക്കാ പോണത്? വിഷ്ണുവിന്റെ അടുത്തേക്കാ പോണത്. ഈ ഒരു ശ്ലോകത്തില് വിഷ്ണു എന്നാണ് 2ാമത്തെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വിഷ്ണു. ഏതൊരു ശക്തിയിലാണോ ഈ സമഷ്ടി ഉണ്ടായിരിക്കുന്നത്, ഏതൊരു ശക്തിയിലാണോ ഈ സമഷ്ടി നിലനിൽക്കുന്നത്, ഏതൊരു ശക്തിയിലാണോ ഇത് ലയിക്കുവാൻ പോകുന്നത്, എണ്ണിയാലൊടുങ്ങാത്തതായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ അണുക്കളിൽ, ജീവരാശികളിൽ, വർഗങ്ങളിൽ, ദേവതമാരിൽ അസംഖ്യം വരുന്നതിൽ ഒരാള് മാത്രമാണ് ആര്? ഈ ബ്രഹ്മാവ്. എണ്ണിയാലൊടുങ്ങാത്തതിൽ ഒരാള് മാത്രമാണ്. എണ്ണിയാലൊടുങ്ങാത്ത ഒരു സൃഷ്ടികളിൽ കേവലം ഒന്നായിരിക്കുന്ന ബ്രഹ്മൻ സമസ്തത്തിനും ആധാരമായിരിക്കുന്ന ഭഗവാനെ പരീക്ഷിക്കാൻ ചെല്ലണു. സമസ്തത്തിനും. ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞ ആചാര്യൻ പറഞ്ഞ പോലെ തന്നെ അതിൽ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് പലരും വിചാരിക്കാറുണ്ട് ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കണത്, ഇല്ലേ? ചിലർ പറയണത് കേട്ടിട്ടില്ലേ? ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, ഇല്ലേ? ചുമ്മാതെ ഒരു ചുക്കം സംഭവിക്കാൻ പോണില്ല. നമ്മളെ കണ്ടിട്ടല്ല ഇതൊന്നും ഉള്ളത്. ഇതേപോലെയാണ് ഒരു അഹന്തയുണ്ടായി. ആർക്ക്? ഈ ബ്രഹ്മാവിന് ഒരു അഹന്തയുണ്ടായി. ഭഗവത്ഗീതയില് ഒരു ശ്ലോകമുണ്ട്. ദിവ്യാഹിഷ്യ ഗുണമയി മമ മായയാ ദുരത്യയ മാം ഏവ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമാണ്. പാർത്ഥനോട് ഭഗവാൻ പറയാണ്, അല്ലയോ പാർത്ഥ, എന്റെ ഈ സൃഷ്ടി എന്ന് പറയണതുണ്ടല്ലോ, ഈ സൃഷ്ടി എന്ന് പറയണത് മമ മായയാ ദുരത്യയ, ഇത് എന്റെ മായ മാത്രമാണ്. ഇതിനെ തരണം ചെയ്ത് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അത് തരണം ചെയ്ത് പുറത്തേക്ക് പോരണം. അപ്പൊ ഭഗവാനെ പരീക്ഷിക്കണം എന്ന് പോലും ബ്രഹ്മാവിന്റെ ഉള്ളിൽ തോന്നുന്നത് ആരുടെ മായയായിരിക്കും? സാക്ഷാൽ ഭഗവാന്റെ മായയാണ്. എണ്ണിയാലൊടുങ്ങാത്തതായ ദേവതാസങ്കല്പത്തിൽ ഇരിക്കുന്ന ബ്രഹ്മാവ് താൻ ആരൊക്കെയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട്, എന്ത് സൃഷ്ടി ഞാൻ ചെയ്യണത് കൊണ്ട് ഇതൊക്കെ എന്റേതാണ്, ഇല്ലേ? നമ്മളെപ്പോഴും ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പലതും പറയും, ഇല്ലേ? ചിലപ്പോ നമ്മുടെ അടുത്ത് ചില ആളുകൾ വന്നിട്ട് പറയും, ചിലപ്പോ നമ്മളും പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലേ? ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ഭഗവാൻ കേൾക്കണില്ല, ഇല്ലേ? ഞാൻ അത് നടത്തി, ഈ വഴിപാട് നടത്തി, ആ വഴിപാട് നടത്തി, പുഷ്പാഞ്ജലി നടത്തി, ഇതൊക്കെ നടത്തി, തുലാഭാരം തൂക്കി, എന്നിട്ടൊന്നും ഭഗവാൻ കേൾക്കണില്ല. എന്താ ഭഗവാൻ കേൾക്കാണ്ടിരിക്കാൻ? ഭഗവാൻ എന്റെ ചെവി കേൾക്കില്ലേ? ഭഗവാൻ ചെവി കേൾക്കാഴികയൊന്നുമില്ല. എന്തുകൊണ്ട് ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ഈ ബ്രഹ്മാവിന്റെ അവസ്ഥ എന്ന് പറയുക. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ സൃഷ്ടി ഞാൻ നടത്തുന്നത്, എന്റേത് ഞാന്, എന്റെ ഞാൻ. നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഈ എന്റേതിനെ ഞാനിനെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുക. ഇത് മുഖാന്തരം ഉണ്ടാവണമെന്നാണല്ലോ ഏഷണത്രയങ്ങൾ പോലും. ഈ ഞാൻ എന്റേത്, ഞാൻ എന്ന ഭാവം, അതിനെ അഹന്ത എന്ന് പറയും, അഹങ്കാരം എന്ന് പറയും. ആ ഒരു അഹങ്കാര ഭാവത്തിലിരുന്ന് എന്റേത് എന്ന മമത, എന്റെ കുട്ടിയോള്, എന്റെ കെട്ടിയോള്, എന്റെ വീട്, എന്റെ കാറ്, എന്റേത് മാത്രം. അപ്പൊ ഇരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുമ്പോ ഇതെല്ലാം കൂടെ കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ്. പാവം നമ്മൾ അറിയുന്നുണ്ടോ? നമ്മള് മരണപ്പെട്ട് കഴിഞ്ഞ് ഒരു പരമാവധി ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം പോകട്ടെ, ഈ 10 കൊല്ലം അല്ലെ ഈ 5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ വേറെ വല്ലവരുടെയും കയ്യിലാണ്. ആരുടെ കയ്യിലാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോഴും നമുക്ക് ഒരു തരത്തിലും പങ്കിടുവാനോ വിട്ടുവീഴ്ച ചെയ്യുവാനോ മനസ്സില്ലാതെ വരുന്നു. കൂടെയുള്ളതായിരിക്കുന്ന മനുഷ്യനെ കാണാൻ കണ്ണില്ലാത്ത ഒരു വ്യക്തി, തന്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ചരാചരത്തിനെ കാണുവാൻ കണ്ണില്ലാത്ത ഒരു വ്യക്തി വിഗ്രഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭഗവാനെ എങ്ങനെ കാണും? സമഷ്ടിയിലും ഉള്ളതായിരിക്കുന്ന സർവഭൂത നിവാസോസി വാസുദേവ നമസ്തുതേ. സർവത്തിലും നിറഞ്ഞിരിക്കുന്ന വാസുദേവൻ എന്നാ വിളിക്കുക, ഇല്ലേ? ഭഗവാനെ വിളിക്കുക. സർവത്തിലും നിറഞ്ഞിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ നീ ആരാകുന്നു? നീ വാസുദേവനാകുന്നു. ഭഗവത്ഗീതയിലെ 11ാമത്തെ അധ്യായത്തിൽ 55ാമത്തെ ശ്ലോകത്തില് നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നല്ല സുന്ദരമായിരിക്കുന്ന ഒരു ശ്ലോകം. ഈ ശ്ലോകത്തിന് മറ്റൊരു വിശേഷം കൂടെയുണ്ട്. ആദിശങ്കര ഭഗവത് പാദാചാര്യര് ഭഗവത്ഗീതയുടെ സാരം എന്ന് വിശേഷിപ്പിച്ച ശ്ലോകമാണ് 11ാമത്തെ അധ്യായത്തിലെ 55ാമത്തെ ശ്ലോകം എന്ന് പറയുക.
മത് കർമ്മകൃത് മത് പരമോ മത് ഭക്തഃ സംഘവർജിത നിർവൈരോ സർവഭൂതേഷു യാസാമാമേതി പാണ്ഡവ. അല്ലയോ പാർത്ഥ, ഒരേ സമയം നീ കർമ്മയോഗിയാവണം, ജ്ഞാനയോഗിയാവണം, ഭക്തയോഗിയാവണം. ശ്രദ്ധിച്ചു കേൾക്കുക പറയുന്നത്. വസുദേവൻ പറയണു, ഒരേ സമയം നീ കർമ്മയോഗിയാവണം, ജ്ഞാനയോഗിയാവണം, ഭക്തയോഗിയാവണം. അതിന്റെ പരിഹാരം കൂടെ, അത് എങ്ങനെ ആക്കാം, എങ്ങനെ നമുക്ക് സാർത്ഥകമാക്കാം എന്നതിന്റെ മറുപടിയാണ് അടുത്ത വരിയിൽ വരുന്നത്. സംഘവർജിത നിർവൈരോ സർവഭൂതേഷു. നീ എങ്ങനെയായിരിക്കണം? നീ സംഘവർജിതനായിരിക്കണം. യു മസ്റ്റ് ബി ഡിറ്റാച്ച്ഡ്. അതേപോലെ തന്നെ നിനക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ബ്രഹ്മാവിന്റെ അവസ്ഥയാണ് നമുക്ക് എന്ന് പറയാറുണ്ട് ഇല്ലേ? ഇപ്പൊ പറഞ്ഞതും അങ്ങനെയാ. നമുക്കാണ് ചില സമയത്ത് ബ്രഹ്മാവിന്റെ അവസ്ഥ തോന്നാറുണ്ട്. ആട്ടെ, നമുക്ക് ഭഗവാനെ വിശ്വാസമുണ്ടോ? ഭഗവാനെ വിശ്വാസമുണ്ടോ? ഭഗവാനെ വിശ്വാസമുണ്ടോ? ഉണ്ട്. ആട്ടെ, ഒരു കാര്യം, ഈ വിശ്വാസമാണോ എപ്പോഴും മുമ്പിൽ നിൽക്കുക, ഭക്തിയാണോ മുമ്പിൽ നിൽക്കുക? ഭക്തി. അപ്പൊ വിശ്വാസത്തിനെ എന്തിനാ മുറുകെ പിടിച്ചത്? വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരാള്, നമ്മൾക്ക് നല്ലവണ്ണം വിശ്വാസത്തിലിരുന്ന ഒരാള്, ആ ആള് നമ്മുടെ അടുത്ത് ചെറിയൊരു തെറ്റ് ചെയ്തു എന്ന് കരുതുക. പിന്നെ ജീവിതാവസാനം നമ്മൾ ആളെ വിശ്വസിക്കുവോ? വിശ്വസിക്കുവോ? വിശ്വാസം എന്നത് ക്ഷണികം മാത്രമാണ്. ക്ഷണികമാണ് വിശ്വാസം. അതുകൊണ്ട് നമുക്ക് വിശ്വാസികളെ ആവശ്യമില്ല, ഭക്തന്മാരെയാണ് ആവശ്യം. ഉള്ളിൽ പ്രകാശമുള്ളവനാണ് ഭക്തൻ. ഭക്തി ഇല്ലാത്തവന്റെ ജീവിതം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ, പ്രയോജനമില്ല. ബ്രഹ്മാവ് ഇവിടെ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന ഭാവം, എന്റേത് എന്ന മമത, ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം ഞാനാണ്, ഇതിനെയെല്ലാം കാരണക്കാരൻ എന്നതായ ഒരു ഭാവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. അദ്ദേഹം ആരെ പരീക്ഷിക്കാൻ ചെന്നു? ഭഗവാനെ പരീക്ഷിക്കാൻ ചെന്നു. എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞില്ല, അസംഖ്യം വരുന്നതായിരിക്കുന്നതിൽ ഒന്ന് മാത്രമാണ്, കേവലം ഒന്ന് മാത്രമാണ് ഞാൻ. പരമമായിരിക്കുന്ന അണുവിലും ഒന്നായിരിക്കുന്ന ഞാൻ ആരെ പരീക്ഷിക്കാൻ പോകുന്നു? പരമബോധസ്വരൂപമായിരിക്കുന്ന സത്യസ്വരൂപനായിരിക്കുന്ന നിർമ്മല രൂപനും സന്മയ രൂപനും ചിന്മയ രൂപനും എല്ലാമായിരിക്കുന്ന സാക്ഷാൽ പരമബോധത്തിനെ ഞാൻ പരീക്ഷിക്കാൻ ചെല്ലണു. ഈ ഒരു അധ്യായം കൊണ്ട് തന്നെ അർത്ഥമാക്കണത്, ഭഗവാനെ പരീക്ഷിക്കാൻ നമ്മൾ മുതിരുമ്പോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ ചിന്തയും ആരുടെ മായയാ? ഭഗവാന്റെ മായയാ. അപ്പൊ നമ്മുടെ ചിന്തയാവട്ടെ, നമ്മുടെ പ്രവൃത്തിയാവട്ടെ, സദാസമയവും അത് ഒരു CC ക്യാമറ പോലെ ആരും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, കൃത്യമായി ഭഗവാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത്, ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം. വിശ്വത്തിനെ പോലും മോഹിപ്പിക്കുന്നതായ മോഹനനായിരിക്കുന്ന സാക്ഷാൽ വാസുദേവൻ വിശ്വത്തിനെ പോലും മോഹിപ്പിക്കുന്നു, വിശ്വത്തിനെ ഉദ്ധരിക്കുന്നു വരാഹത്തിലൂടെ. അത് മാത്രമല്ല, ഈ സമഷ്ടിയിലെ മുഴുവൻ മോഹിപ്പിക്കുന്നു. അവൻ ഇല്ലാത്തതായിരിക്കുന്ന ഒന്നുമില്ല. അവൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജഡം എന്ന് വിളിക്കുക. അവനോട് ചേരുന്നതോട് കൂടിയിട്ട് അതിനെ ചൈതന്യം എന്ന് വിളിക്കുന്നു. അഥവാ ഒരു ശരീരം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. ചൈതന്യം പോയി കഴിഞ്ഞാൽ ശരീരം പൂർണ്ണമല്ല. അപ്പൊ രണ്ടും കൂടെ പരസ്പര പൂരകങ്ങളായി നിൽക്കണം. ഉപാധിയാകുന്ന ശരീരം വേണം. അപ്പൊ ഇവിടെ ഈ ബ്രഹ്മാവിന്റെ ഈ ഒരു സങ്കല്പം കൊണ്ട് സ്വയമേവമായ ജോബി സ്വയമേവ വിമോഹിത, പരീക്ഷിക്കാനായി ചെന്ന ബ്രഹ്മദേവൻ പോലും ആരുടെ പരീക്ഷണത്തിന് ഇരയായി? ഭഗവാന്റെ പരീക്ഷണത്തിന്. പൈക്കുട്ടികളെയും ഗോപന്മാരെയും ഒക്കെ മറച്ചു. ഇങ്ങനെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോ ബ്രഹ്മാവിന് ഒരു ആഗ്രഹം പോയി, ഇതെല്ലാം മറച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു പ്രകമ്പനങ്ങളും കാണുന്നില്ല. എന്തു പറ്റി, അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു മറുപടികൾ ഉണ്ടായില്ല. അപ്പോ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, എന്താ അവിടെ നടക്കുന്നതെന്നൊന്ന് നോക്കാൻ വേണ്ടി. ബ്രഹ്മാവ് നോക്കി. ഒരു വർഷം കഴിഞ്ഞപ്പോ അവിടെ ഒരു മാറ്റവും ഇല്ല. പഴയ പോലെ തന്നെ പൈക്കുട്ടികളുണ്ട്, ഗോപന്മാരുണ്ട്, എല്ലാം അവരവരുടെ പഴയ രീതിയിൽ അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ഇതൊന്നും ബാധിച്ചിട്ടേയില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, അതിനാണ് ആദ്യമേ പറഞ്ഞ വിശ്വാസം ഭക്തി എന്ന വിഷയത്തിനെ എടുത്തിട്ടത്. ഇന്നിപ്പോ വിശ്വാസം വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് വിശ്വാസം. വിശ്വാസിയല്ല ആവേണ്ടത്, ഭക്തനാവണം. വിശ്വാസമായി കഴിയുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച പോലെ തോന്നും. വിശ്വാസത്തിന് അത്രയേ ഉള്ളൂ നിലനിൽപ്പെന്ന് പറയുക. നമ്മൾ ഒരിക്കലും വന്നിട്ട് വിശ്വാസ പ്രഹ്ലാദൻ എന്നല്ല വിളിക്കുക, ഭക്ത പ്രഹ്ലാദ എന്നാ വിളിക്കുക. വിശ്വാസ കണ്ണപ്പ എന്നല്ല വിളിക്കുക, ഭക്ത കണ്ണപ്പ എന്നാ വിളിക്കുക.
എല്ലാ സ്ഥലത്തും കൊടുത്തിരിക്കുന്നത് ഭക്തിക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പൊ ഈ ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യഥ പ്രഭോ. പരമപ്രഭുവായിരിക്കണ ഭഗവാനെ എനിക്ക് എന്തിനെ തന്നനുഗ്രഹിക്കുക? ഭക്തിയെ തന്നനുഗ്രഹിക്കുക, ഭക്തിയെ തന്നനുഗ്രഹിക്കുക. അവിടെ പറയായിരുന്നില്ലേ വിശ്വാസത്തെ തന്നനുഗ്രഹിക്കൂന്ന്? വിശ്വാസം എന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? ഭക്തിയെ തരൂ, ഭക്തിയെ തരൂ, ഭക്തിയെ തരൂ. ഭക്തി ഉണ്ടാകണമെങ്കിലും ആര് കനിയണം? സാക്ഷാൽ ഭഗവാൻ തന്നെ കനിയണം. അപ്പൊ ഭക്തന്മാരാണോ എന്ന് ചോദിച്ചാൽ അതും നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം. എങ്ങനെയായിരിക്കണം ഭക്തി? എങ്ങനെയായിരിക്കണം ഭക്തി? കണ്ണ് ചൂഴ്ന്നെടുത്ത് വെച്ച് കൊടുത്ത കണ്ണപ്പനെ പോലെയാവണം. തൂണിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നരസിംഹത്തിനെ കൊണ്ടുവന്ന പ്രഹ്ലാദനെ പോലെയാവണം. ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ലോപം സംഭവിക്കുന്നതാവരുത്. സ്ഥായീ ഭാവത്തിൽ ഇരിക്കണം. സ്ഥായീ ഭാവത്തിൽ തന്നെ ഇരിക്കണം. മലയോട് മാറിയിരിക്കാൻ പറഞ്ഞാൽ മല മാറിയിരിക്കണം. അതായിരിക്കണം ഭക്തി എന്ന് പറയുക. വത്സസ്തേയം ഭാഗത്തിലൂടെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ബ്രഹ്മാവിന് എന്തുകൊണ്ട് ഈ ഒരു അപചയം സംഭവിച്ചു, അല്ലെങ്കിൽ സൃഷ്ടീശ്വരനായിരിക്കുന്ന ബ്രഹ്മാവിന് എങ്ങനെ ഭഗവാനെ കാണാതെ പോയി? ശ്രദ്ധിക്കേണ്ട വിഷയം. ഭാഗവതത്തിന്റെ തുടക്കത്തില് നമ്മൾ കാണുന്നുണ്ട് അതിസുന്ദരമായിരിക്കുന്ന മഹാപ്രളയം. ആ സാക്ഷാൽ ശ്രീ പത്മനാഭ പെരുമാളിന്റെ നാഭിയിലിരിക്കുന്നതായിരിക്കുന്ന പത്മത്തിലിരുന്ന ബ്രഹ്മാവ് തന്റെ ചുറ്റുപാടും നോക്കിയപ്പോ വെള്ളം മാത്രം. അദ്ദേഹം അന്വേഷിച്ചു, വൈ ഐ ആം ഹിയർ, ഞാൻ എന്തിനാണ് ഇവിടെ, ഹൂ ഐ ആം, ഞാൻ ആര്. ഈ രണ്ട് അന്വേഷണം വേണം, ഇല്ല ഞാൻ ആര്. നമ്മൾ പലപ്പോഴും ഈ ചോദ്യം മറ്റുള്ളവരോട് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാറുണ്ട് വല്ലവരോടും. നമ്മൾ ഒരിക്കലും നമ്മളോട് ചോദിക്കാത്തൊരു ചോദ്യമാണ് ഞാൻ ആര്. നമ്മൾ ആര് എന്ന് സ്വയമേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുക. ഇപ്പൊ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെക്കുറിച്ചുള്ള ഒരു 5 നല്ല കാര്യങ്ങൾ, പുറമേ ഉള്ള ഒരാൾ നമ്മളെക്കുറിച്ച് പറയാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു 5 നല്ല കാര്യങ്ങൾ നമ്മളൊന്ന് പറയാൻ നോക്കിക്കേ. നമ്മൾ തന്നെ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. നമ്മളെക്കുറിച്ചുള്ള ഒരു 5 ചീത്തയായ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ചിന്തിക്കാൻ ഉത്തരം കിട്ടില്ല. അതേസമയം ഒരാളുടെ മുകളിൽ ഒരു കുറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റത്തിന് പകരം 10 കുറ്റം പറയാൻ നമുക്ക് പറ്റും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കും. മറ്റുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടാവണത്. ഒരു ഉദാഹരണം പറഞ്ഞ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കം സുഖമാകണമെങ്കിൽ തലയണ വയ്ക്കണം, വേണ്ടേ? ഇല്ലേ? തലയണ ഇല്ലെങ്കിൽ പലരും ഉറങ്ങില്ല. തലയണ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നാ പറയുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തലയണ ഉറക്കം തരിക, തലയണയല്ല ഉറക്കം തരിക. നമ്മൾ ആരോപിക്കപ്പെട്ടു. നമുക്കിപ്പോ ഒരു മാനസികമായിരിക്കുന്ന ഒരു അടിമത്വമുണ്ട്. ഏതിന്റെ മുകളില്? ഈ തലയണയുടെ മുകളില് മാനസികമായ ഒരു അടിമത്വമുണ്ട്. എന്റെ ഉറക്കം തരുന്നത് തലയണയാണ്. അത്രേ ഉള്ളു കാര്യം. അങ്ങനെയല്ല ആവേണ്ടത്. ഇവിടെ കാണുന്നുണ്ട് ബ്രഹ്മാവിന് 4 തല എന്ന് പറയുന്നുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഈ 4ഉം കൂടെ ചേരുമ്പോഴാണ് ഞാന് എന്റേത്. അപ്പൊ ഇവിടെ ഞാന് എന്റേത് എന്നതായിരിക്കുന്ന അവസ്ഥ, ഈ ഞാന് എന്റേതായിരിക്കുന്ന അവസ്ഥ കൊണ്ടാണ്, അതിനെയാണ് നമ്മൾ സുന്ദരമായി പറയുക വിക്ഷേപ ശക്തി അഥവാ മായ എന്ന് പറയുക. പരോക്ഷാനുഭൂതി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. എന്നാൽ ഈ പരോക്ഷാനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരവസ്ഥയുണ്ട്? അത് കിട്ടിയതിന് ശേഷമാണല്ലോ ബ്രഹ്മസ്തുതി ഉണ്ടാവണത്. അനുഭൂതി ഉണ്ടായതിനു ശേഷമാണ് ബ്രഹ്മസ്തുതി ഉണ്ടാവുക. സുന്ദരമായി പറയുന്നുണ്ട്, നിർവികൽപ്പ സമാധീനം സ്ഫുടം ബ്രഹ്മതത്വം അപഗമ്യതേ ധ്രുവം ന അന്യതാ ചലതയാ മനോഗതേ പ്രത്യന്തര വിശ്രമിതം ഭവേത്. അതിസുന്ദരമായി പറയണു. നമ്മൾ സംവത്സരങ്ങളോളം തപസ് ചെയ്യുമ്പോഴോ സംവത്സരങ്ങളോളം നമ്മൾ അനുഷ്ഠിച്ചതായിരിക്കുന്ന അനുഷ്ഠാനത്തിന്റെയോ ഫലമാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുക. ഒരു നൊടി നേരമേ സാധനം കാണൂ, ഒരു നൊടി നേരം. ആ നൊടി നേരമുള്ളതായിരിക്കുന്ന ആ നിർവികൽപ്പ സമാധി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഭഗവാനെ അറിയുന്ന മുഹൂർത്തം. ശകലം കൂടെ നല്ല വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അറിയുന്ന അവസ്ഥ എന്ന് പറയും. നമ്മളിൽ നിന്ന് വിഭിന്നമല്ലല്ലോ. സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും ഭഗവാനില്ല. ഇതെല്ലാം നമ്മൾ തന്നെ കൽപ്പിച്ചു വെച്ചത് നമ്മുടെ സൃഷ്ടിയിലുള്ള സാധനമാണ്. ഏത്? ഈ സ്വർഗവും നരകവും ഇതൊക്കെ തന്നെ. പോയിട്ടുള്ളവരാരും നമ്മുടെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല ഇവിടൊക്കെ അങ്ങനെ കിട്ടണതൊന്നും, അല്ലേ? അപ്പൊ നിർവികൽപ്പ സമാധി. എങ്ങനെ നിർവികൽപ്പ സമാധി? ഭഗവാനെ അറിയുക, പരമ്പൊരുളിനെ അറിയുക, പരമാത്മാവിനെ അറിയുക. അറിയണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. പുറത്തോട്ട് തുറന്നതൊക്കെ തന്നെ അടച്ചു വെച്ച് ഉള്ളിലോട്ട് നോക്കാൻ പറ്റണം.
പുറത്തോട്ട് തുറന്നിരിക്കുന്നതൊക്കെ തന്നെ അടച്ചു വെച്ച് ഉള്ളിലോട്ടുള്ള വാതിലുകൾ തുറന്ന് അതിലൂടെ നോക്കാൻ പഠിക്കണം. അതിലൂടെ നോക്കാനുള്ളതായിരിക്കുന്ന ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ അങ്ങോട്ടേക്ക് നോക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് തന്നെ നോക്കും, അങ്ങോട്ട് തന്നെ നോക്കും. ശരീരം മുമ്പിൽ പോയി. ഈ 5 ഇന്ദ്രിയങ്ങളൂടെ ചേർന്ന് കഴിയുമ്പോൾ ശരീരമായി, അഹമായി, അഹന്തയായി, അഹങ്കാരമായി. നമ്മളെ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നുവോ അതിന് പ്രേരക ശക്തിയാണ് കൃഷ്ണൻ. നമ്മൾ എന്തൊരു ദുഷ്ചെയ്തി നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും അരുത് അരുത് എന്ന് നമ്മുടെ മനസ്സിൽ പറയിപ്പിക്കുന്നവനാണ് രാമൻ. അപ്പൊ ജീവിതത്തില് ഞാൻ എന്റേത് ബ്രഹ്മാവ് എന്നതായ സങ്കല്പത്തിനെ സുന്ദരമായി ഭാഗവതത്തിന്റെ ദർശനമാണ് പറയുന്നത്, അഹന്തയെ സൂചിപ്പിക്കുന്നു. ഭാഗവതം പ്രഥമ സ്കന്ധം മുതൽ 12ാമത്തെ സ്കന്ധം വരെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഭാഗവതത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് തന്നെ സർവവേദാന്ത സാരം ഇല്ലേ. 1ാമത്തെ സ്കന്ധം മുതൽ 5ാമത്തെ സ്കന്ധം വരെ ഋഗ്വേദവും 6 മുതൽ 9 വരെയുള്ളത് യജുർവേദവും 10ാമത്തെ സ്കന്ധം സാമവേദവും 11ഉം 12ഉം അഥർവവേദവുമാവണു. 1ാമത്തെ സ്കന്ധം മുതൽ 5ാമത്തെ സ്കന്ധം വരെ ഋഗ്വേദം, 6 മുതൽ 9 വരെയുള്ളത് യജുർവേദം, 10 സാമവേദം, 11, 12 അഥർവവേദം. ഈ 4 വേദങ്ങളുടെ മഹാവാക്യങ്ങളാണ് പ്രജ്ഞാനം ബ്രഹ്മ. സുന്ദരമായിരിക്കുന്ന ബ്രഹ്മോപദേശം ഈ 1 മുതൽ 5 വരെയുള്ള സ്കന്ധങ്ങളിൽ അതിസുന്ദരമായി അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ. അകമേ ഉള്ളതായിരിക്കുന്ന അറിവ് സ്ഫുരിക്കണം. അകമേ ഉള്ളതായിരിക്കുന്നത് സ്ഫുരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മാവിനെ പോലെ ബഹിർമുഖ സുദുർലഭ. പുറത്തേക്കുള്ളതായിരിക്കുന്ന ദർശനം നമുക്ക് കൂടുതലാണ്. അകത്തേക്ക് നോക്കാനുള്ളതായിരിക്കുന്ന ഒരു തയ്യാറെടുപ്പ് പോയിട്ട് അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഉള്ളിലൂടെ കടന്നു പോയിട്ടില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ വന്ന് വഴിപാടുകൾ നടത്തുക അല്ലേ. പാടിനുള്ള വഴി ആയതുകൊണ്ട് വഴിപാടെന്ന് പറയുക. പാടുകൾ നികന്നു പോണം ഇല്ലേ. പാടുകൾ നികന്നു പോണം. പാടുകൾ നികന്നു പോവാൻ വേണ്ടിയിട്ടല്ല, അത്യന്തികമായി ഭക്തി ഉണ്ടാവണം. മനോരഥോ മദീയോയം സബല സർവദാത്വയ നിർവിഘ്നൈനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഭഗവാന്റെ ദാസനായി 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 വരണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിലും തിരുവടിയെ നീ തന്നെ എനിക്ക് സ്വാമിയാവണം. ഇനിയൊരു ജന്മം, ചിലർ പറയാറുണ്ട്, ഈ ജന്മത്തിൽ കിട്ടിയ ഭർത്താവിനെ തന്നെ പരമ്പൊരുളെ എനിക്ക് അടുത്ത ജന്മത്തിൽ തരണം അല്ലേ. ഈ ജന്മത്തിൽ കിട്ടിയ ഭാര്യനെ തന്നെ നീ അടുത്ത ജന്മത്തിലും പരമ്പൊരുളെ എനിക്ക് തരണം. അതേമാതിരി ഇട്ട് പറയണം. എങ്ങനെ? പരമ്പൊരുളെ ഭഗവാനെ, ഈ ജന്മത്തിലുമല്ല, ഇനി എനിക്ക് ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലും നീ തന്നെ എനിക്ക് സ്വാമിയായി വരണം. ഭഗവാനോട് പ്രാർത്ഥിക്കണം ഒറ്റക്കാരി, ഇനി എനിക്ക് തരരുതേ ഭഗവാനെ, മതിയായി, ഇനിയും ഒരു ജന്മമേ വേണ്ട ഭഗവാനെ. ഇനി ഉണ്ടെങ്കിൽ നീ തന്നെ എനിക്ക് സ്വാമിയാവണം, വേറെ ആരും എനിക്ക് സ്വാമിയാവരുത്. സ്വാമി, ആ വാക്ക് അറിഞ്ഞുകൊണ്ട് ഇവിടെ ഉപയോഗിച്ച വാക്കാ. എന്താ സ്വാമി എന്ന് പറയുക? സ്വാമിത്വം. സ്വ എന്ന ശബ്ദത്തിൽ നിന്നുണ്ടായതാ സ്വാമി. ആത്മാവിനെ അറിയുന്നവനെ ശരണമയ്യപ്പ. ആ വാക്കിൽ നിന്നുണ്ടായതാണ് സ്വധാമം, സ്വർഗം. ഏറ്റവും മഹോന്നതമായിരിക്കുന്നതാണ് സ്വകാരത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. സ്വധാമം, സ്വർഗം, സ്വാമി, ഈശ്വരീയത. ഈശ്വരീയത എന്ന് പറയുന്നത് എന്താ? അവനവനെ തന്നെ അറിയുന്ന പദ്ധതിയാണ് സ്വാമിത്വം, ഈശ്വരീയത എന്ന് പറയുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞപ്പോൾ അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ. ഈശ്വരൻ പിന്നെ എവിടെ എന്നുള്ളതാണ് വീണ്ടും ഒരു സമസ്യ വരിക. അവിടെയാണ് ബ്രഹ്മാവ് തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു ഞാൻ ആര്. അതുകൊണ്ട് പറഞ്ഞു, കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് നോക്കണം, ചെവികൾ അടച്ച് ഉള്ളിലേക്ക് നോക്കണം, വായ അടച്ച് ശാന്തമായിരിക്കണം. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ. ഏത് സമയവും മരണം വന്നു കൊണ്ടുപോകുമെന്നുള്ള നല്ല ധാരണയുണ്ടാവണം. രാമ ആത്മവിചാരോയം കോഹം സ്യാമിതി രൂപഃ ചിത്ത ദുർദേന്ദ്രമീചസ്യ ദഹനേ ദഹനസ്മൃതം. യോഗ വാസിഷ്ഠത്തില് ശ്രീരാമസ്വാമിക്ക് ഗുരുവായിരിക്കുന്ന വസിഷ്ഠ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. അതായത്, അല്ലയോ രാമ, എന്താണ് ആത്മീയത എന്ന് നിനക്കറിയോ?
അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനമായ സാധന എന്തെന്ന് നിനക്കറിയുമോ രാമ? അതിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കണ മറുപടിയാണ്, രാമ സ്വ ആത്മവിചാരോയം. സ്വ ആത്മവിചാരോയം. എന്താ സ്വരൂപം? കുട്ടികളുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പറയും, എന്റെ തനി സ്വരൂപം നീ കാട്ടരുത് എന്ന് പറയും, ഇല്ലേ? കുസൃതി കാട്ടുമ്പോ ആ സ്വരൂപം മാതിരിയാ. സ്വരൂപം ശ്രദ്ധിക്കുക. ആ സ്വരൂപത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ പിന്നീട് മാനമില്ല, അഭിമാനമില്ല. മാനം അപമാനമില്ല, ഇതൊന്നും തന്നെ ഇല്ല. ഇതിനെല്ലാം തന്നെ അതീതമായി സാക്ഷാൽ ഭഗവാൻ ഇരിക്കണോ. സാധുബി പൂജ്യമാനേ അസ്മിൻ പീഡമാനോ അഭി ദുർജനേ സമഭാവോ ഭവേദ്യസ്യ സജീവൻ മുക്ത തുഷ്യത്തെ. സുന്ദരമായി പറയണോ, ആരാണ് ജീവിതത്തിൽ ഏറ്റവും ധനികനായിരിക്കുന്നവൻ, ഏറ്റവും സമ്പത്തുള്ളവൻ, ഏറ്റവും സമ്പത്തുള്ളവൻ, ഏറ്റവും അതിന് സുന്ദരമായി ദർശനം പറയുന്നുണ്ട്, സമഭാവോ. സുഖവും ദുഃഖവും നമ്മൾ പാടാറുണ്ട് മലയാള ഭാഷാ ഗാനത്തിൽ. എൻ്റെ പ്രഥമത്തില് ഭാഗവത കീർത്തനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ചിലർക്കൊക്കെ വശമുണ്ട്. അതിലൊരു വരിയുണ്ട്, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. ഇത് രണ്ടും വരും പോകും, ചൂടും തണുപ്പും പോലെ. എന്തുകൊണ്ട് സുഖവും ദുഃഖവും അകത്തേക്ക് ഇറങ്ങുന്നു? അകത്തേക്ക് ഇറങ്ങുന്നു എന്നതിന്റെ ഉത്തരമാണ് അടുത്ത സുന്ദരമായ ദർശനം എന്ന് പറയുക. നമ്മളെപ്പോഴും നമ്മുടേതല്ലാത്തതൊക്കെ നമ്മുടേതാകണമെന്ന് നമ്മൾ നിർബന്ധ ബുദ്ധി വിചാരിക്കും, അല്ലേ? നിർബന്ധ ബുദ്ധി. പരിഗ്രഹോ ഈ ദുഃഖായ യത് പ്രിയതമം നൃണാം. നമുക്ക് ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടേതല്ലാത്തതിനെയൊക്കെ നമ്മൾ നമ്മുടെ പ്രിയമാക്കി വെച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളിൽ നിന്നല്ല ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ദുഃഖം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്, നിശ്ചയമായിട്ടും നമുക്ക് ഈ ദുഃഖം ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ടും ഇത് അറിഞ്ഞിട്ടും നമ്മൾ ആ ആളെ തന്നെ ജീവിതത്തിൽ കൊണ്ടു നടക്കണില്ലേ? ഇതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്, ആർക്കും അറിയാത്ത കാര്യമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൽ നിന്ന് നമുക്ക് വേദന ഉണ്ടാവും, വിട്ടു പിരിയാൻ പറ്റാത്തതായിരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതിന്റെ ഒക്കെ കാരണം ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ നടക്കുക. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചു. അപ്പോ ആ ഗുരുനാഥൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മരിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും മരിക്കില്ല എന്ന് കരുതി നടക്കുന്ന മനുഷ്യനോളം ലോകത്തെ വലിയ അത്ഭുതം വേറെ ഇല്ല. മരിക്കുമെന്നറിഞ്ഞിട്ടും ഒരിക്കലും മരിക്കില്ല എന്ന രീതിയിൽ നടക്കുന്ന മനുഷ്യനാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. ഇവിടെ പറയുന്നു, പരിഗ്രഹോ ഹി ദുഃഖായ യത് പ്രിയതമം നൃണാം. പലതിനെയും നമ്മൾ നമ്മുടേതാക്കി വെച്ച് എന്റേതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, ഞാനിലേക്ക് കൊണ്ടുവരുന്നു. ജീവിതത്തിന്റെ ചില യാത്രകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വേദനകള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് ഇതൊക്കെ നേരിടേണ്ടി വരണത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ത്യാഗം ചെയ്യാൻ പഠിച്ചില്ല, അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചില്ല. അനുഭവത്തിനെ എങ്ങനെ എടുക്കണം? ഗുരുവായി എടുക്കണം. വസുദേവ സുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭഗവാനെ നമ്മൾ പരമഗുരുവായി കല്യാണ രൂപനായി കണ്ടു കഴിഞ്ഞാല് ഈശ്വരൻ എന്നതിനെക്കാട്ടിലുപരിയായി, ശ്രദ്ധിച്ചു കേൾക്കേണ്ട വാക്കാ പറഞ്ഞത്, ഈശ്വരൻ എന്നതിലുപരിയായി ഗുരുവായി കണ്ടു കഴിയുമ്പോൾ അവൻ ജീവിതത്തിനെ കണ്ട കാഴ്ചപ്പാടുണ്ട്, ഏറ്റവും സുന്ദരമായ കാഴ്ചപ്പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക. രാജകുമാരനായി അവൻ ജനിച്ചതോ കാരാഗ്രഹത്തില്. സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ കാലിയെ മേയിച്ചു നടന്നു, അവന് സങ്കടം ഉണ്ടാകില്ല. അവനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തവർ പോലും അവന്റെ ശത്രുക്കളായി. എന്തിനേറെ പറയുന്നു, ജനിക്കുന്നതിന് മുമ്പേ ശത്രു അവൻ സമ്പാദിച്ചു വെച്ചു. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഓരോന്നും അവനിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആ പ്രതിസന്ധികളെ ഒക്കെ തന്നെ അവൻ തരണം ചെയ്തത് എങ്ങനെയെന്നറിയാവോ? സുന്ദരമായ ചിരിയോടുകൂടി. എങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആത്മാവ് കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ അതിന്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല. അങ്ങോട്ടേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കും. എന്തുകൊണ്ടാ? സ്വാതന്ത്ര്യമില്ല. അതാണ് നമ്മൾ കണ്ണിനടിമയായി, മൂക്കിനടിമയായി, ചെവിക്കടിമയായി, നാവിനടിമയായി, ത്വക്കിനടിമയായി. അങ്ങനെ ഈ
അവസ്ഥകളെ എല്ലാം ഈ 5 അവസ്ഥകൾക്കും അടിമപ്പെട്ട് പിന്നീട് മറ്റൊരവസ്ഥയ്ക്കൂടെ അടിമപ്പെടും. എന്തെന്നാ പറയുക? എന്തെന്നാ അതിന് പറയുക? അതിന് പറയുന്ന പേരാണ് മനസ്സെന്ന് പറയുക. അതിന് പറയുന്ന പേരാണ് മനസ്സെന്ന് പറയുക. ഭഗവാൻ മനസ്സിലാണോ ഹൃദയത്തിലാണോ ഇരിക്കുക? ആ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കും. മനസ്സെന്ന് പറയുന്ന സാധനം എവിടെയും ഇന്ന് വരെ മെഡിക്കൽ സയൻസ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇല്ലാത്ത ഒരു സാധനത്തിനെ ഉണ്ടാക്കി വെച്ച് അതാണ് എല്ലാം എന്ന ധാരണയിൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് യുക്തമായി പെരുമാറാത്തത് ആരുടെ കുഴപ്പം? നമ്മുടെ കുഴപ്പമോ ഭഗവാന്റെ കുഴപ്പമോ? നമ്മുടെ കുഴപ്പം. ഭഗവാൻ ഇതിന് എന്ത് ചെയ്തു? ഭഗവാൻ അദ്ദേഹം നല്ല സുന്ദരമായി നമുക്ക് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ ഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയക്ഷ്യാമി മാം ശൂചഃ. അല്ലയോ പാർത്ഥ, അല്ലയോ അർജുനന്മാരെ, അല്ലയോ അമൃതസ്യ പുത്രന്മാരെ, സാക്ഷാൽ പാർത്ഥനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണു, സർവധർമാൻ പരിത്യജ്യ. ആദ്യം ഭഗവാൻ പറഞ്ഞു, ദേവ്യാഹിഷ്യാ ഗുണമയി മമ മായയാ ദുരത്യയ മാമേവ പ്രപദ്യന്തേ മായാമേ താം തരന്തിത. എന്റെ മായയെ തരണം ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അർജുന. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്റെ മായയെ നീ തരണം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം നീ അതിന്റെ പുറത്തേക്ക് വരണമെങ്കിൽ. എന്നാൽ പാവം ബ്രഹ്മാവ് ഇത് വല്ലോ അറിഞ്ഞോ? ബ്രഹ്മാവ് ഇതൊന്നും അറിഞ്ഞില്ല. ബ്രഹ്മാവിന് അപ്പോഴും എന്റേത് ഞാന്. ഈ എന്റേത് ഞാന് എന്നതായ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈശ്വരൻ നമ്മൾ പറയുന്നത് കേൾക്കാത്തത്. ഈ ഞാന് എന്റേത് എന്നതായിരിക്കുന്ന ഈ 2 സങ്കല്പങ്ങൾ കാരണമാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വളരുന്നത്, ഭക്തി കുറഞ്ഞു പോകുന്നതും. ഭക്തിയാണ് വർദ്ധിച്ചു വരേണ്ടത്. ഭക്തി വർദ്ധിക്കണം. നാരായണ ഗുരുദേവൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരാറുണ്ട്. നാരായണ ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ആളുകൾക്ക് ഭക്തി ഉണ്ടാവണം, കുടുംബങ്ങളിൽ ഭക്തി ഉണ്ടാവണം. അവിടെ പറയാമായിരുന്നു വിശ്വാസം ഉണ്ടാവണമെന്ന്. വിശ്വാസം എന്ന് പറഞ്ഞില്ല. ഭാരതത്തില് ഒരു സന്യാസിമാരും ഒരു ഗുരുവര്യന്മാരും പറഞ്ഞു കൊടുക്കില്ല വിശ്വാസം ഉണ്ടാകണമെന്ന്. ഭക്തി ഉണ്ടാകണമെന്നേ പറഞ്ഞു കൊടുക്കൂ. കാരണം ഭക്തിക്കാണ് മുൻതൂക്കം, ഭക്തിക്കാണ് പ്രാധാന്യം, ഭക്തനാണ് പ്രധാനം. ഭക്തപരാധീനോ എന്ന ഭാഗവതം ഉദ്ഘോഷിക്കുമ്പോ അവിടെയും ചിന്തിക്കേണ്ട വിഷയം, ഉണർന്ന് ചിന്തിക്കേണ്ട വിഷയം, വിശ്വാസമല്ല മുമ്പിൽ വരേണ്ടത്. എന്ത് വരണം? ഭക്തി വരണം. നമേ ഭക്തി പ്രണശ്യതി. ഭക്തിയുള്ളവൻ നശിച്ചു പോവില്ല, ഭക്തിക്ക് നാശമുണ്ടാവില്ല, ഭക്തിക്ക് ക്ഷയമുണ്ടാവില്ല. കാരണം എന്താ? അത് ഭക്തിയാ. അതേസമയം വിശ്വാസമാണെങ്കിൽ ഏത് സമയവും അത് കളങ്കപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അപ്പൊ സുന്ദരമായി പറയുന്നുണ്ട്, അന്തസ്ത്യാഗോ ബഹസ്ത്യാഗോ വിരക്ത സൈവ യുജ്യതേ. അന്തരാത്മാവിനോട് ഒരു അടുപ്പമുണ്ടാവണം. അന്തരാത്മാവിനോട് സംഘം ചെയ്ത് ബാഹ്യമായിരിക്കുന്നതിനോട് വിരക്തി ഉണ്ടാവണം. ആത്മാവിനോട് സംഘം ചെയ്ത് പുറത്തുള്ളതിനോട് അകൽച്ച പാലിക്കുക. പുറത്തുള്ളതിനോട് എങ്ങനെ അകൽച്ച പാലിക്കുക? അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ഇല്ലേ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഏത്? അകത്തിനോട് രമ്യതപ്പെടുക, അകത്തിനോട് അടുക്കുക എന്നുള്ളത്. പുറമേ ഉള്ളതില് കാൾ കഷ്ടമാണ് ഏത്? അകമേ ഉള്ളതെന്ന് പറയുക. നമുക്കൊരു 5 മിനിറ്റ് ചിലപ്പോ ശരീരം അടക്കി എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയെന്ന് വരും, പക്ഷെ മനസ്സടക്കാൻ പറ്റില്ല. മഹാഭാരതത്തിൽ ഒരു ചോദ്യമുണ്ട്, കുതിരയേക്കാൾ ശക്തിയേറിയതും കാറ്റിനേക്കാൾ വേഗതയേറിയതും ഏതാണ് കർണ എന്ന് ചോദിക്കുമ്പോ സൂര്യപുത്രൻ പറയുന്നുണ്ട്, മനസ്സിനാണ്. അടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, അടക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതിനെ അടക്കണമെങ്കിൽ എന്ത് വേണം? 5 ഇന്ദ്രിയങ്ങൾ അടങ്ങണം. 5 ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ മാത്രം പറ്റുമോ? അതും പറ്റില്ല. അഷ്ടരാഗങ്ങളെ അടക്കണം. അഷ്ടരാഗങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. 3 ഗുണങ്ങളെ അതിക്രമിക്കണം. 3 ഗുണങ്ങളെ അതിക്രമിച്ചാൽ തീരുവോ? ഇല്ല. പിന്നെ 2 കൂടെ ഉണ്ട്, വിദ്യയുമുണ്ട് അവിദ്യയുമുണ്ട്. ഒന്നുകൂടെ പറയാം, 5 ഇന്ദ്രിയങ്ങളെ അടക്കണം, അഷ്ടരാഗങ്ങളെ അടക്കണം, ത്രിഗുണങ്ങളെ അടക്കണം, വിദ്യയും അവിദ്യയും അടക്കണം. അങ്ങനെ മൊത്തം 18 കഴിഞ്ഞു കഴിയുമ്പോൾ 18ാം പടിയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഭഗവാന്റെ വാഹനം കുതിരയാകുന്നു. അടങ്ങാത്തതായിരിക്കുന്ന മനസ്സിന്റെ പ്രതീകം കുതിരയേക്കാൾ ശക്തിയേറിയത്, കാറ്റിനേക്കാൾ വേഗതയേറിയത്, ഏറ്റവും ശക്തമായിരിക്കുന്നത്, ഏറ്റവും ബലമേറിയത് ഏതോ അതിനെയാണ് സാക്ഷാൽ ഭഗവാൻ തന്റെ വാഹനമാക്കിയിട്ടത്. ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ ഞാൻ എന്ന ഭാവം തോന്നായിക വേണമിക.
തോന്നുന്നതിൽ അഖിലവും ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. നാരായണായ നമ. ഭഗവാനെ, നീയല്ലാതെ ഈ ഉലകിൽ മറ്റൊന്നും തന്നെ ഇല്ല. പണ്ട് ഒരു കുട്ടിയെയും കൊണ്ട് ഒരു അച്ഛൻ രമണ മഹർഷിയുടെ അടുത്തെത്തി. രമണ മഹർഷിയുടെ അടുത്തെത്തിയപ്പോ ആ കുട്ടിക്ക് ഏകദേശം 7 മാസമേ പ്രായമുണ്ടായുള്ളൂ. ഈ കുഞ്ഞിനെ ഭഗവാൻ തന്റെ മടിയിൽ ഇരുത്തിയിട്ട് ഈ കുഞ്ഞിനോട് പറയാൻ പറയുകയാണ്. എന്താ പറയാൻ പറഞ്ഞതെന്നറിയോ? കുഞ്ഞിന് നാക്കൊന്നും തിരിയുന്ന പ്രായം പോലും ആയിട്ടില്ല. അപ്പൊ അന്ന് അത് കണ്ടു നിന്ന പലരും അത്ഭുതത്തോടെ നോക്കി. രമണർ എന്ത് പറയണു? 7 മാസം പ്രായമായ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് രമണർ പറയാണ്, കുഞ്ഞേ ദേഹം. കുഞ്ഞൊന്നും പറയണില്ല. അവൻ അന്തരാത്മാവിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു രമണൻ പറയണതിന്. ദേഹം. രണ്ടാമത് രമണർ പറഞ്ഞു കൊടുത്തു, നാഹം. ദേഹം നാഹം. മൂന്നാമത്തെ വാക്കും പറഞ്ഞു കൊടുത്തു, കോഹം. ദേഹം നാഹം. മൂന്നാമത്തെ വാക്ക് കോഹം. എന്തോ ത്രികാലജ്ഞാനിയായ രമണന്റെ മഹാസങ്കല്പം എന്നോണം അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവാം. പിന്നീട് ആ കുഞ്ഞാകെ ജീവനോടെ ഇരുന്നത് 3 മാസം കൂടെ ഇരുന്നുള്ളൂ. സുന്ദരമായി പറഞ്ഞു കൊടുത്തു. എന്ത്? ആത്മാവിനോട് അദ്ദേഹം സമ്മതിച്ചിട്ട് പറഞ്ഞു, ദേഹം. ഈ ദേഹം എന്ന് പറയുന്നത് നാഹം. ഇല്ലേ ഇല്ല. പരമം. അതിന് പകരമായി നീ എന്ത് മാത്രം? നീ ആത്മാവ് മാത്രം, നീ ആനന്ദം മാത്രമാക്കുന്നു. ഇവിടെ ബ്രഹ്മദേവൻ വത്സസ്തേയം എന്നതായ ഭാഗത്തിലൂടെ ഭഗവാനെ പരീക്ഷിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വിഷയം, ഭഗവാനെ അതിക്രമിക്കുക അത് നടക്കണ കാര്യമേ അല്ല. സമിഷ്ടിക്കും ആധാരം ഭഗവാൻ മാത്രം. ഭഗവാൻ അല്ലാതെ ഈ ഉലകത്തിൽ ഒന്നുമേ ഇല്ല. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ ഇല്ല. ഭഗവാനാണ് സർവവും. സർവവും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കേവല വിശ്വാസത്തിന്റെ അളവുകോല് കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകരുത്. പല കൊല കൊമ്പന്മാരും വിചാരിച്ചിട്ട് മുട്ടുകുത്താത്തവനാണ് ആര്? സാക്ഷാൽ വാസുദേവൻ. അവൻ മുട്ടുകുത്തിയത് ആരുടെ മുമ്പിലാണെന്ന് കാണുന്നുണ്ട്. ശ്രേഷ്ഠമതിയായിരിക്കുന്ന സുധാമാവിന്റെ മുമ്പില്, തന്റെ ഭക്തന്മാരുടെ മുമ്പില്, ഗോപികമാരുടെ മുമ്പില് അവനെ വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ തന്നെ അവനെ കൊടുത്തു. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. കാഴ്ചപ്പാടുകൾ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ എത്തുന്നവർക്ക് ആധ്യാത്മികത എന്ന് പറയുന്നത് ബൃഹത്തായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. സുദർശനമാണ് ആത്മീയത എന്ന് പറയുക. സുദർശനമാണ് ആത്മീയത എന്ന് പറയുക. അതൊരിക്കലും ഇടുങ്ങിയ ചിന്താഗതിയല്ല. ഇന്ന് തീപ്പെട്ടിക്കൂട് പോലെയുള്ളതായിരിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ഭക്തിയെ കൊണ്ടുപോയി ഒതുക്കി വെച്ചു. എന്നിട്ട് അതിനെ വിളിച്ചു ആത്മീയത. ഒരിക്കലും അതല്ല. സമുദ്രം എങ്ങനെയാണോ അതേപോലെയാണ് ആത്മീയത എന്ന് പറയുക. സമുദ്രം പോലെ. ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിലും ഉള്ളതായിരിക്കുന്ന നക്ഷത്ര പടലങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി ഭഗവാന്റെ മഹാത്മ്യത്തിനെ അറിയാൻ പറ്റും. ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിലുള്ളതായിരിക്കുന്ന ധൂളി പടലത്തിനെ മുഴുവൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റിയാൽ നിശ്ചയമായിട്ടും ഭഗവാനെ അറിയാൻ പറ്റും. ഈ 2 കാര്യങ്ങളും നടക്കണ കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ അറിയാൻ പറ്റും? ഒറ്റ മാർഗമേ പറയുന്നുള്ളൂ. എന്താണെന്നറിയാമോ? ശാന്തമാവുക. എന്താവുക? ശാന്തമാവുക. റെസ്റ്റ്ലെസ് ആണ് ഇന്നിപ്പോ എല്ലാവരും, അല്ലെ? എല്ലാവരും റെസ്റ്റ്ലെസ്. ആ റെസ്റ്റ്ലെസിന്റെ ഭാഗമായിട്ട് തന്നെ നോക്കിക്കഴിയുമ്പോൾ വിശ്വാസം മുമ്പിൽ നിഴലിച്ചു നിൽക്കുന്നത് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരവസ്ഥയിൽ എത്തുമ്പോ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പഠിച്ച വിദ്യാഭ്യാസമോ നമ്മുടെ സംസ്കാരമോ നമ്മുടെ ജീവിത രീതിയോ ഇതൊന്നും നമ്മൾ ആ സമയം ചിന്തിക്കില്ല. നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കാര്യം നേടിയെടുക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തി. അതാണ് ഭക്തിയിൽ നിന്ന് മാറി വിശ്വാസത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടവും അപചയവും എന്ന് പറയുക. ഭക്തനെ സംബന്ധിച്ച് അവന് നിശ്ചയമായ കാര്യമുണ്ട്. എന്ത് പ്രതിസന്ധി പോയാലും ഏത് പ്രതിസന്ധി വന്നാലും തുണയായി ആരുണ്ട്? ഭഗവാനുണ്ട്. സാക്ഷാൽ വാസുദേവൻ നിശ്ചയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായി തന്നെ മഹാഭാരത യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? ഒഴിവാക്കാമായിരുന്നു. എന്നിട്ട് ഭഗവാൻ അത് വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെച്ചില്ല. അർജുനനോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്യടാ എന്ന് പറഞ്ഞു. നീ യുദ്ധം ചെയ്യൂ. ജീവിതത്തിനോട് പടവെട്ടേണ്ടടുത്ത് പടവെട്ടുക തന്നെ ചെയ്യണം. അല്ലാതെ ഒളിച്ചൊരിക്കലും ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ജീവിതം ധന്യമാകുന്നതും അപ്പോഴ്. ജീവിതം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാവരുത്. ജീവിതമേ പ്രാർത്ഥനയാവണം. ജീവിതമേ പ്രാർത്ഥനയാവണം. ഭഗവാനോട് പറയേണ്ടത് ഇത്രമാത്രം, ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ
നാഥസ്ത്വം നോ യത പ്രഭോ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. അല്ലയോ ഭഗവാനെ, എനിക്ക് നീ മാത്രമാണ് രക്ഷ, നീ മാത്രമാണ് ശരണം, നീ മാത്രമാണ് ഗതി, നീ മാത്രമാണ് വഴി. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസ്യകൃത് ചിന്തയന്തൗ കൃതസ്നേഹം യസ്യതേ മദ്ഗതിം വരാം എന്ന് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് ഭഗവാന്റെ തിരു അവതാരം ഉണ്ടാകുന്ന സമയത്ത് പറയുന്ന ശ്ലോകാണത്. എങ്ങനെ കാണണം? നീ എന്നെ പുത്രനായി മാത്രം കാണരുത്, പുത്രനായി മാത്രം കാണാതെ നീ എന്തായിട്ടൂടെ കാണണം? സാക്ഷാൽ പരബ്രഹ്മം കൂടെയായി നീ എന്നെ കാണുക. അങ്ങനെ നീ ചിന്തിച്ചു കഴിഞ്ഞാലും പ്രവർത്തിച്ചു കഴിഞ്ഞാലും മദ്ഗതിം വരാം, എന്നിലേക്ക് നീ എത്തിച്ചേരും. ഞാനും നീയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യഥാതാം അഭിസിദ്ധാനാം കശ്ചിന്മം വേത്തി തത്വതഃ. നമ്മളൊക്കെ തന്നെ ഭഗവാന്റെ അടുത്ത് പോകും, വഴിപാടുകൾ നടത്തും. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പോകാറുണ്ട്, ഇല്ലേ? ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് പോകും. എന്റെ ഗ്രാമത്തിലാണ് ശബരിമല ക്ഷേത്രം ഇരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമദേവതയാണ് ശബരിമല ഭഗവാൻ. കോടാനുകോടി ഭക്തജനങ്ങൾ ഓരോ വർഷവും വന്ന് ശബരിമലയിലേക്ക് വന്നു പോകുമ്പോ നമ്മളിങ്ങനെ എല്ലാ വർഷവും കേൾക്കുന്ന ശരണം വിളിയുണ്ട്. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയാൽ പോക്കും നിർത്തും. മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പോക്ക് നിർത്തണം. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, എന്ത് കിട്ടിയില്ല? മോക്ഷം കിട്ടിയിട്ടില്ല. മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ മടക്കി, രാഗങ്ങളെ മടക്കി, വിദ്യയും അവിദ്യയും അടക്കി, ത്രിഗുണങ്ങളെയും അതിക്രമിച്ചു കഴിയുമ്പോൾ അവൻ സ്വമിയാകും. ആത്മാവിനെ അവൻ അറിയും. അല്ലാത്തിടത്തോളം ബ്രഹ്മാവിനെ പോലെ ഇരിക്കും. പരീക്ഷിക്കാനായി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കും. 4 മുഖമുള്ളവനായ ബ്രഹ്മനും 5 ഇന്ദ്രിയങ്ങൾക്ക് അടിമയായ ഇന്ദ്രനും നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോ ആര് തപസ് ചെയ്താലും ഇന്ദ്രന് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ തന്നെ ഇദ്ദേഹം പോവും ആ തപസ്സളക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുമ്പോ അതിന് തടസ്സം നിൽക്കുക. അദ്ദേഹത്തിന്റെ വിചാരം ഐശ്വര്യം ഞാൻ ഇരിക്കുന്ന സിംഹാസനത്തിന് വേണ്ടിയിട്ടാണത്. അതുകൊണ്ട് സമ്പത്ത് അധികം ഉണ്ടാവാത്തതില് ഭഗവാനോട് നന്ദി പറയുക. ഭഗവാനോട് പറയുക, ഭഗവാനെ നീ എനിക്ക് സമ്പത്ത് തരിക, എത്ര സമ്പത്ത് വേണേലും നീ തന്നോ. ആ സമ്പത്ത് എങ്ങനായിരിക്കണം എന്നറിയാവോ? അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ നാരായണ ത്വയി ഭക്തിരചഞ്ചല. നിന്റെ പാദത്തിൽ ചഞ്ചല ഭക്തിയെ തന്ന് ഭഗവാനെ അനുഗ്രഹിക്കുക. കോടാനുകോടി ഭക്തജനങ്ങൾ ഭഗവാനെ അവിടെ വന്ന് കലിയുഗവരതനായ പെരുമാളിനെ കണ്ടിട്ട് പോകുമ്പോ ആളുകൾക്ക് എന്ത് മാറ്റമുണ്ടായി? മുമ്പേ തിരുമേനി പറഞ്ഞതുപോലെ എത്ര സത്രങ്ങൾ നടന്നു, എത്ര യജ്ഞങ്ങൾ നടന്നു, നമുക്ക് എന്ത് മാറ്റമുണ്ടായി? അതാണ് പറഞ്ഞത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം എന്ന് പറയുന്നത്. പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെ എന്നുള്ളതല്ല. പണ്ട് നമ്മളിലൊക്കെ നമ്മുടെ പൂർവികർ കാളവണ്ടിയിൽ പോവാറുണ്ടായിരുന്നു, അല്ലേ? എന്ന് വെച്ച് നമ്മളിപ്പോ കാളവണ്ടിയിൽ പോവോ? ആരും പോവാറില്ല. കാലത്തിനനുസരിച്ച് മാറേണ്ടതിനെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വീക്ഷണമാണ് മാറ്റേണ്ടത്. നമ്മുടെ ദർശനത്തിന് മാറ്റങ്ങൾ സംഭവിച്ചാൽ ജീവിതത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് സത്സംഗം പൂർത്തിയാക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണ വാസുദേവൻ തിരു അവതാര വിശേഷം ചെയ്ത് ഭഗവാൻ തിരുലീലകൾ ആടുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഭഗവാനെ സ്വാമിയായി കണ്ടവർക്കൊക്കെ തന്നെ ഭഗവാൻ സ്വാമിയായി മാറി. കാമുകനായി കണ്ടവർക്കൊക്കെ ഭഗവാൻ കാമുകനായി മാറി. ഭർത്താവായി വേണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ ഭഗവാൻ ഭർത്താവായി. കാലനായി കണ്ടവർക്ക് മുഴുവൻ ഭഗവാൻ കാലനായി മാറി. ഇവിടെ ചിന്തിക്കേണ്ടത്, കംസൻ ഭഗവാനെ കണ്ടത് ആരായിട്ട് കണ്ടു? തന്റെ അന്തകനായി കണ്ടു. അതുകൊണ്ട് ഭഗവാൻ ആരായി മാറി? അന്തകനായി മാറി. അത്രയും പോലും ബലമില്ലാതിരുന്ന ഗോപികമാർക്ക് ഭഗവാൻ ആരായിരുന്നു? സ്വാമിയായിരുന്നു, ഭർത്താവായിരുന്നു, കാമുകനായിരുന്നു. ഇതൊക്കെയായി ഭഗവാൻ മാറി. അതാണ് ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ്. അതിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആത്മീയത എന്നത് ഇടുങ്ങിയ ധാരയല്ല, ചിന്താപദ്ധതിയല്ല, ബൃഹത്തായിരിക്കുന്ന വീക്ഷണമാണ്. ആ ഒരു ബൃഹത്തായിരിക്കുന്ന വീക്ഷണം ഏവർക്കും ലഭ്യമാകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും
സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ. എല്ലാവരും 100 വയസ്സ് വരെ ജീവിച്ച് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് മക്കളെയും പേരമക്കളെയും ഒക്കെ തന്നെ കണ്ട് സർവ്വവിധ ഐശ്വര്യത്തോടു കൂടി സസുഖം വാഴുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെല്ലാം ഗുരുനാഥന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സഹനാവഹതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വീനവാതീതമസ്തു മാം വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.